എണീക്കടാ. ഉറങ്ങാൻ സമ്മതിക്കില്ല മൈരേ. ഈ സമയത്ത് നിനക്ക് എങ്ങനെയാണെന്ന് ഉറങ്ങാൻ പറ്റണോടാ? പിന്നെ ഞാൻ എണീറ്റിരുന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് സമാധാനം കിട്ടുമോ? മനുഷ്യനാണെങ്കിൽ ഇവിടെ നിൽക്കാനിരിക്കാനും പറ്റില്ല. തീരാൻ പോകുമ്പോഴും നിനക്കിതൊക്കെ എങ്ങനെ പറ്റണോടാ? അത് തീരുന്നവരല്ലേ വലിക്കുള്ളൂ. അത് ഞാൻ പിന്നെ മേപ്പോട്ട് നോക്കിയിരിക്കാലോ. എടാ എന്താ നിന്റെ പ്രശ്നം? ഞാൻ വലിക്കണതോ അതോ നമ്മൾ ചാവാൻ പോണതോ? ഞാൻ വലിക്കണതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാൻ വലിക്കും. അതെൻ്റെ ഇഷ്ടം. അതല്ല നമ്മൾ ചാവാൻ പോകണമെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. വഴക്കിട്ട വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയൊരു തിരിച്ചോക്കില്ലെന്ന് ഓർക്കുമ്പോൾ എടാ നിന്നെപ്പോലെ തന്നെ വിഷമം എനിക്കുമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള തിരിച്ചറിവുകൊണ്ടാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കണം. നമ്മുടെ മാത്രമല്ല, ലോകത്തിൻ്റെ മൊത്തം അവസ്ഥ ഇതാ. എല്ലാം തീരാൻ പോവാ. എന്താ ഇട? ഒന്നല്ല, കുറേ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം ചിന്തിക്കുക വേണ്ട. ഉണ്ടായിരുന്ന വെള്ളവും തീർന്നില്ലേ? ഒരു പാക്കറ്റ് ബ്രെഡും കൂടി ഉണ്ട്. അതോട് തീർന്നാൽ ഒന്നുമില്ല. ഇന്നലെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, നിനക്ക് പഴയതുപോലെ സ്നേഹമില്ലാന്ന്. എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? എനിക്ക് ആരോടും സ്നേഹക്കുറവോ ഇല്ല. നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോടാ? നീ തന്നെയാണോ ഇവിടം വരെ എത്തിയത്? എന്തൊക്കെ ആയിന്ന് തോന്നിയപ്പോൾ അവന് അച്ഛനും വേണ്ട അമ്മയും വേണ്ട അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരോടും സ്നേഹമില്ല. ഈ നശിച്ച വീട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാതെയെന്നോ ഇങ്ങോട്ട് വരാനേ വന്നാറില്ല. എന്താ നിന്റെ പ്രശ്നം? 10-25 കൊല്ലം നീ ഇവിടെ തന്നെയല്ലേ ജീവിച്ചത്? ഇപ്പൊ ജോലി ആയപ്പോ അച്ഛനെ വേണ്ട അമ്മയും വേണ്ട. എടാ, ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ നീ എങ്ങടെങ്കിലും പോയിക്കോ. ഞാനും അച്ഛനും ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം കേട്ടോ. ഓ ആയിക്കോട്ടെ. എല്ലാം എൻ്റെ തെറ്റാ. ചോദിച്ചതിനെല്ലാം തലയാട്ടി സമ്മതിച്ചതിന് എനിക്കിത് തന്നെ കിട്ടണം. ഒരു മൂർച്ചയില്ലാത്ത കത്തിയും ഇരുമ്പ് വടിയും മാത്രമാണ് അതിജീവനത്തിന് കയ്യിലുള്ളത്.
പട്ടിണി കിടന്ന ഒരാഴ്ചയെങ്കിലും ജീവിക്കാം. വെള്ളമില്ലാണ്ട് 3 ദിവസം താണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് പുറത്തൊന്ന് ഇറങ്ങി നോക്കിയാലോ? 3 ആഴ്ചയല്ലേ സൂര്യ വെളിച്ചം കണ്ടിട്ട്. നിനക്ക് വല്ല പ്രാന്തണ്ടാ? പകലാണോ രാത്രിയാണോ പോലും മനസ്സിലാവണില്ല. എടാ, പുറത്തു പോയി പട്ടിയെ പോലെ മരിക്കുന്നതിൽ നല്ല ഇവിടെ കിടന്ന് അന്തസ്സായിട്ട് മരിക്കുന്ന ശവം പോലും കിട്ടൂല. എടാ, നിനക്ക് ഇത്ര കൂളായിട്ട് സംസാരിക്കാൻ എങ്ങനെ പറ്റണേ? നമ്മൾ ആഗ്രഹിച്ച ജീവിതവും മരണവും നമുക്ക് കിട്ടണമെന്നില്ല. വന്നത് സ്വീകരിക്കുക, അത്ര തന്നെ. ഇപ്പം തന്നെ നോക്ക്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇതുപോലെ ആരുമില്ലാതെ പുഴുത്തു മരിക്കാൻ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം പോലും എന്നെ കൈവിട്ട്. ഇനി ഈ കൊന്ത എന്നെ രക്ഷിക്കൂല. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. പോണോ ചത്തോട്ടെ. പക്ഷെ അവരിലേക്ക് എത്താൻ ശ്രമിച്ചു എന്ന് ഓർത്തെങ്കിലും എൻ്റെ ആത്മാവ് സന്തോഷിക്കൂല. എടാ, ഞാൻ പറയണത് നിനക്ക് മനസ്സിലാവണല്ലേ? ഇതാണ് നമ്മുടെ വിധി. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഈ ലോകം അവസാനിക്കാൻ പോവാ. എല്ലാരെയും ഞാൻ മറന്നു തുടങ്ങി, അമ്മയും അച്ഛനും പെങ്ങളെയും വരെ. ഇതാണ് എൻ്റെ വിധി. ഇതെല്ലാം വിധിയാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് മരിക്കാൻ എനിക്ക് പറ്റില്ല. വീട്ടുകാരോടും നാട്ടുകാരോടും നീ കാണിച്ച സ്നേഹം അഭിനയായിരുന്നു. അതോ കടമയാണ്? ശരിയാ, ഞാൻ വീട്ടുകാരെ സ്നേഹിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അവരില്ലാതെ എനിക്ക് പറ്റില്ല. ആ തിരിച്ചറിവ് എനിക്കുണ്ട്. എല്ലാം നേരത്തെ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരാൻ പോണില്ല. അതുകൊണ്ട് എനിക്ക് പേടിയുമില്ല. എഴുതി വെച്ചിരിക്കുന്നത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യവും ഉണ്ട്. ആരും തന്നെ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പോലും ദുർബലനായിരിക്കും. നീ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ കിടന്നാലും പുറത്തു പോയാലും മരണം തന്നെയാണ് നമ്മുടെ വിധി. അതാ ഞാൻ പറഞ്ഞത്. എടാ, പോലെ ഞാൻ പറയണ കേക്ക്.